ഗൂബ്രയിലെ കമ്പനിയിലുണ്ടായ വാതക ചോർച്ചയിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇറാൻ അമേരിക്ക ആണവ കരാർ മധ്യസ്ഥ ചർച്ച മസ്കറ്റിൽ വെച്ച് നടക്കും. രാജ്യത്ത് മിക്കയിടത്തും താപനില 40 ഡിഗ്രിക്ക് മുകളിലെത്തി. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഗൂബ്രയിലെ കമ്പനിയിലുണ്ടായ അമോണിയ വാതക ചോർച്ചയിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും എല്ലാവരുടെയും നില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വാതക ചോർച്ചയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം പരിക്കേറ്റവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇറാൻ അമേരിക്ക ആണവ കരാർ മധ്യസ്ഥ ചർച്ച ശനിയാഴ്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടക്കും. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം ഒന്നും ഒമാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒമാനിൽ ശനിയാഴ്ച ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ടെഹ്റാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചിയും മിഡിൽ ഈസ്റ്റിലെ ഉന്നത US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ചർച്ചകൾ നടക്കുന്നത്. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളിൽ ഒമാന് വീണ്ടും ഒരു മധ്യസ്ഥത വഹിക്കുവാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണം സാധ്യമാക്കുന്നതിൽ ഒമാന്റെ മധ്യസ്ഥത സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറഞ്ഞു. അമേരിക്കയുമായുള്ള പരോക്ഷ ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഒമാൻ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഒമാന്റെ ഫലപ്രദമായ മധ്യസ്ഥതയുടെ ചരിത്രം എടുത്തു കാണിച്ചുകൊണ്ട് കനാനി പറഞ്ഞു. ഗതാഗത കുരുക്കുകൾ കുറയ്ക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കറ്റ് ഏരിയ ട്രാഫിക് പഠനത്തിന്റെ 3ാം പതിപ്പുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി റോഡ് ശൃംഖലയുടെ പ്രകടനം നിരീക്ഷിക്കുന്നതിനും നിലവിലുള്ള ഗതാഗത വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമായാണ് സമഗ്ര പഠനങ്ങൾ നടത്തുന്നത്. അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ ദാർ അൽ ഹന്തസയാണ് പഠനം നടത്തുക. 433 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ പഠനം. മസ്കറ്റിലെ ഗതാഗത സംവിധാനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനം ഈ വിപുലമായ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. രാജ്യത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസും കടന്ന് മുന്നോട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മിക്ക വിലായത്തുകളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് സൊഹാറിലാണ്. 41.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടെ അനുഭവപ്പെട്ട ചൂട്. ഇത്തവണ ഏപ്രിലിൽ തന്നെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് എന്നതിനാൽ വരും മാസങ്ങളിൽ ചൂട് കൂടുതൽ കനക്കുവാനാണ് സാധ്യത. അതേസമയം ഇന്ന് വൈകുന്നേരം വരെ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ഒമാന്റെ മിക്ക ഗവർണറേറ്റുകളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കാറ്റ് ബാധിക്കുന്ന ഗവർണറേറ്റുകളിലുടനീളമുള്ള മരുഭൂമികളിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയർന്നേക്കും. ഇത് വാഹനം ഓടിക്കുന്നവർക്കും താമസക്കാർക്കും ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്തിയേക്കാമെന്നും അതിനാൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.